ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്തായിരുന്നു? അത്തരത്തില് വെളിച്ചമില്ലാതെ ചിന്തിക്കുന്നവരോട് സാറിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? വെളിച്ചമില്ലാതെ, അതായത് നമ്മൾ തിരിച്ചു വരാനാവാത്ത വിധം എവിടെയും കുടുങ്ങിയിട്ടില്ല, ചലിക്കാനാവാത്ത വിധം നമ്മളെവിടെയും ഉറച്ചു പോയിട്ടില്ല. തിരിച്ചുവരവിനേക്കാൾ വലിയൊരു കവിതയില്ല, വലിയ വിജയത്തേക്കാൾ വലിയ പ്രതികാരവുമില്ല. അതെ, ആ ഗ്യാപ്പ് കട്ട് ചെയ്ത് കേട്ടോ, പറഞ്ഞടിപ്പിച്ച പോലെ ഉണ്ട്. നമ്മൾ പിന്നെ എല്ലാവർക്കും ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഷൈൻ. നമ്മൾ നമ്മളെ ചെറിയ കാര്യങ്ങളിൽ കുടുക്കിയിട്ടിരിക്കുക, നമ്മളതുകൊണ്ട് പൊട്ടിച്ച്. ഞാൻ പണ്ടൊരു പോസ്റ്റ് എഴുതിയത് ഒരുപാട് പേർക്ക് പ്രചോദനമായി എന്ന് അവർ ഫോൺ ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ചുറ്റുമുള്ള ഏതാണ്ട് 30ഓളം ആളുകളെ പേടിച്ചിട്ടാണ് നമ്മളെ പല സ്വപ്നങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. അവരെ അവഗണിക്കാൻ പരിശീലിച്ചാൽ അതിനപ്പുറത്തേക്ക് കേരളത്തിലെങ്കിലും മിനിമം 3.5 കോടി ജനങ്ങളെ കാണാം. നമ്മൾ പേടിക്കുന്നത് നമ്മൾ ചുറ്റുമുള്ളൊരു 5, 10, 20, 30 പേരല്ലേ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കാണുള്ളത്. നമ്മളിലേക്ക് നോക്കുക. നമുക്ക് മാത്രം കഴിയുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് നിങ്ങൾക്കേ പറ്റൂ, ഇയാൾക്കേ പറ്റൂ, വേറൊരാൾക്ക് പറ്റില്ല. നിങ്ങളെ എളുപ്പത്തിൽ ഒരാൾക്ക് കോപ്പി അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നന്നായിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇരുട്ടിങ്ങനെ നിറച്ചിട്ടേ അതും ഉള്ളിലുള്ള വിലക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് മറ്റുള്ളവർ സങ്കടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിജയങ്ങളെ നമ്മൾ ആഘോഷിക്കാതിരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ട, അവർ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒതുക്കി ചേർത്തുക. ഇത് പലപ്പോഴും നമുക്ക് തരുന്നൊരു ഫ്രെയിമാണ്. ചിരിക്കരുത്, കരയേണ്ടി വരും. ആരാണ് ചിരിച്ചിരുന്ന? കരഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കരഞ്ഞു മരിച്ചു? ഉണ്ടോ? പ്രസംഗം തൊണ്ടയിൽ കൂടി ഇല്ല. കുറെ ചിരിച്ച സങ്കടപ്പെടേണ്ടി വരും. ഏത് സിനിമയിലുണ്ട് പാട്ടിന്റെ അവസാനം കവിയൂർ പൊന്നമ്മ ചിരിച്ചാ നമുക്ക് പഠിച്ചത് ഇപ്പൊ തീരും അല്ലേ? സിനിമയിൽ പാട്ടിൽ ചിരിച്ചാ കരയേണ്ടി വരും എന്നുള്ള. കരഞ്ഞാൽ തന്നെ എന്താ കുഴപ്പം? സന്തോഷിക്കരുത് എന്നൊക്കെയുള്ള, വിജയിക്കരുത്, ശത്രുക്കളുണ്ടാവും, ഒരു വിലക്കാണ്. ആ സാധനം പൊട്ടിച്ചിട്ടേ പുതിയ ലോകത്തേക്ക് കടക്ക്. പുതിയ വലിയ ലോകം കാത്തിരിക്കുന്നുണ്ട് നമ്മളൊക്കെ. നമ്മൾ ടൂറ് പോയാൽ നമുക്ക് എപ്പോഴും തോന്നും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ടൂറ് പോയാൽ മാത്രം ഇടാൻ വേണ്ടി കുറേ ഡ്രസ്സ് ചിലവരെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഡ്രസ്സ് ഇവിടെ ഇട്ടാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? അവിടുത്തെ നാട്ടുകാർക്ക് ഇത് പ്രശ്നമില്ലല്ലോ. സത്യല്ലേ? ടൂറ് പോയ ഡ്രസ്സ് അതൊക്കെ. അപ്പോൾ അവരുടെ ഉള്ളിലൊരു കള്ളത്തരം. അത് നിങ്ങളെ നാട്ടിലൂടെ നിങ്ങൾ ഈ പറഞ്ഞ ഡ്രസ്സ്, അത്യാവശ്യം നല്ല ഡ്രസ്സ് കേട്ടോ, ഇട്ടിട്ട് നടക്കുന്നേ. ആരതൊക്കെ? ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം പരമാവധി സന്തോഷിക്കുക, ഷൈൻ ചെയ്യുക, നമ്മളങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇരുട്ട് സ്വയം നിറയ്ക്കുന്ന ഇരുട്ടാണ്. ഇരുട്ടിനെ കുറ്റം പറയാതെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. ഇതല്ലേ അവരോട് പറയാനുള്ളത്. ഇരുട്ട് അവിടെ തന്നെ ഉണ്ടാവും. കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കടം കൂടുകയുള്ളൂ. ചിലവരുണ്ട് എപ്പോഴും കഷ്ടപ്പാടെന്നേ പറയുള്ളൂ. പ്രാർത്ഥനയെ പോലും കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, കടം. ഇപ്പോൾ പടച്ചവൻ്റെ അവിടേക്ക് എത്തുന്ന സിഗ്നൽ എന്താ? കഷ്ടപ്പാട്. കൊടുക്കുക, കുറച്ച് കഷ്ടപ്പാട് അവിടെ, ബുദ്ധിമുട്ട് തരാം, കടം ഇഷ്ടം പോലെ തരാം. നേരെ മറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ ചിന്തിച്ചൂടെ?